ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. അതിൽ ശരിക്കും തെങ്ങ് കേരവൃക്ഷങ്ങളുടെ നാട്, കേരം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ തെങ്ങിനെ ആക്രമിക്കുന്ന കീടങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. തെങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കീടങ്ങളാണ് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും. അപ്പൊ ഈ രണ്ട് പെസ്റ്റുകളെ നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്റെ വീടിന്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു തൈത്തെങ്ങാണ്. അപ്പൊ അത് ഈ തെങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ മണ്ടയിൽ ചൂട്ട് ഇതെല്ലാം അതിന്റെ മുകളിലുണ്ട്. അപ്പൊ ഇത് ഈ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മടലിൽ ഈ കൊമ്പൻ ചെല്ലിയുടെ അഡൽട്ട് ബീറ്റിൽ തുളച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിലേക്കും കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ മുകളിലേക്കുള്ള ഓലയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഓലയുടെ അറ്റം അത് ഫാൻ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് അഡൽട്ട് ആയിട്ടുള്ള കൊമ്പൻ ചെല്ലിയാണ് അത് ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കൊമ്പൻ ചെല്ലിയെ എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കുന്ന ഒരു കീടനാശിനിയാണ് ഫിപ്രോണിൽ. ഇത് മണലിൽ സാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ്. ഫിപ്രോണിൽ ഗ്രാന്യൂൾ, ഞാൻ അല്പം ഫിപ്രോണിൽ ഗ്രാന്യൂൾ കാണിക്കാം. ഇത് നമ്മൾ കയ്യിലും ദേഹത്തൊന്നും ആക്കാൻ പാടില്ല, ബട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല ഞാൻ പെട്ടെന്ന് തന്നെ അതിൽ തെങ്ങിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ ഇതാണ് ഫിപ്രോണിൽ ഗ്രാന്യൂൾ. ഇത് മണലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തെങ്ങിന്റെ ഇലക്കവിളുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിന്റെ കൺട്രോൾ മെഷർ. അപ്പൊ അതിന് മുന്നായിട്ട് ഫിപ്രോണിൽ 0.3% ഗ്രാന്യൂൾ, ഇതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടുന്നത്. അതിന്റെ കെമിക്കൽ നെയിമാണ് ഫിപ്രോണിൽ. ഇത് കൊമ്പൻ ചെല്ലിയെ നമുക്ക് ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മണല് ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമ്പൻ ചെല്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന്റെ ഈ പിവട്ടൽ ഷേപ്പിൽ കറങ്ങുന്ന ഒരു ടൈപ്പ് ഹെഡാണ് വരുന്നത്. അപ്പൊ ഹെഡ് ഇതിന്റെ കീടം അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഹെഡിലേക്ക് ഈ മണല് ഇറങ്ങി അബ്രേഷൻസ് ഉണ്ടായിട്ട് ഈ കെമിക്കൽ ഇഫക്റ്റീവായിട്ട് അതിന്റെ ബോഡിയിലേക്ക് പ്രവേശിച്ചിട്ട് ചത്തുപോകുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് മണൽ ഇതിനകത്ത് ഒരു മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഫിപ്രോണിൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ തെങ്ങിന്റെ മണ്ട കാണിക്കാം. ഈ മണ്ടയിൽ ഇത്രയും കീടങ്ങളുടെ അറ്റാക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കീടങ്ങളുടെ അറ്റാക്ക് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ ഉണങ്ങിയിരിക്കുന്ന ഈ ചൂട്ട് ഇതെല്ലാം നമ്മൾ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വലിച്ചു കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഏറ്റവും നാമ്പോലയ്ക്കും അതിന് ചുറ്റിലുള്ള 3 ഓലകളിലും അതിന്റെ ഇലക്കവിളുകളിൽ നമ്മൾ ഈ ഫിപ്രോണിൽ ഗ്രാന്യൂൾ, ഒരു തെങ്ങിന് ഒരു ഉദ്ദേശം ഒരു 50 ഗ്രാം ഫിപ്രോണിൽ ഗ്രാന്യൂൾ വരത്തക്കവണ്ണം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഇഫക്റ്റീവ്ലി കൺട്രോൾ. ഇത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കലും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കീടത്തെ നമുക്ക് ഇഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാം. ഇതിന്റെ പോർഷൻസ് നമ്മളിങ്ങനെ വലിച്ചു കളയുന്നതാണ്. തിങ്ങിക്കൂടിയിരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലൊക്കെ ഇതിന്റെ മുട്ടയിടാനുള്ള ഒരു ബ്രീഡിംഗ് സൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഈ ചൂട്ടൊക്കെ നമുക്ക് ഇങ്ങനെ വലിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങിന് മണ്ടയ്ക്ക് നല്ല എയറേഷൻ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം ഈ കീടങ്ങളുടെ മുട്ടയിട്ട് പെരുകുന്നത് നമുക്ക് തടയാനും സാധിക്കും. ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഇളകി ഇരിക്കുന്ന ചൂട്ട്, അധികമായിട്ടിരിക്കുന്ന ചൂട്ട് നമ്മൾ വലിച്ച് ക്ലീൻ ചെയ്ത് കളയണം. ഇത് തെങ്ങിന്റെ മണ്ടയിൽ ഈ കീടങ്ങൾ തിന്നിട്ട് ആ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഈ യങ് ഓലയുടെ നാമ്പ് കടിച്ചിട്ടിരിക്കുന്ന ഡാമേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ഇതിൽ നമുക്ക് തെങ്ങിന്റെ മണ്ട നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തില് ഈ കീടങ്ങൾ ചവച്ച് തുപ്പിയ അവശിഷ്ടം, അതായത് നാമ്പോല ആയിരുന്ന സമയത്ത് ഇതിന്റെ വളരെ യങ്ങായിട്ടുള്ള നാമ്പോലയിൽ കീടം, അതായത് കൊമ്പൻചെല്ലി, കീടം എന്ന് പറഞ്ഞാൽ കൊമ്പൻചെല്ലിയാണ് ഇത്തരത്തിൽ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ എടുത്തു കളയുക ഫുള്ളായിട്ട്. കണ്ടോ, ഇത്തരത്തിൽ ഡാമേജ് ഉണ്ടാക്കിയ ഭാഗം മൊത്തം നമ്മൾ പുറത്തേക്ക് എടുത്തു കളഞ്ഞിട്ട് ഇതിന്റെ നാമ്പോലയിലുള്ള 3 ഓല ഇലക്കവിളുകളിൽ ഫിപ്രോണിൽ ഗ്രാന്യൂൾ ഇട്ട് കൊടുക്കുക. ഇതുണ്ട്, എല്ലാ ഇലക്കവിളിലും അത് നിറയെ ഇത് കടിച്ച് ചവച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി കളഞ്ഞിട്ട് ഇതിന്റെ മണ്ടയിലേക്ക് ഫിപ്രോണിൽ ഗ്രാന്യൂൾ നമ്മൾ ഇട്ട് കൊടുക്കണം. ഏറ്റവും നാമ്പോലയും അതിന്റെ ചുറ്റിനും വരുന്ന 3 ഓല ഇലക്കവിളുകളുമാണ് നമ്മൾ ഈ ഫിപ്രോണിൽ ഗ്രാന്യൂൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു 50 ഗ്രാമോളം ഇതിന്റെ ഇങ്ങനെ നാമ്പോലയിലും ഇലക്കവിളുകളിലും ഏറ്റവും ടോപ്പിൽ വരുന്ന നാമ്പ് കുരുത്തോലയിലും അതിന്റെ ചുറ്റിനും വരുന്ന ഓലക്കവിളിലും ഇട്ട് കൊടുക്കുക. മറ്റത് മതി. ഇത് നമ്മുടെ കൊമ്പൻ ചെല്ലിയുടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ മെഷറാണ് നമ്മൾ ഈ കണ്ടത്. കൊമ്പൻ ചെല്ലി വരുത്തുന്ന ഡാമേജും അതിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാം എന്നുള്ളതുമാണ് ഞാൻ കാണിച്ചത്. ഇനി നമ്മൾ പോകുന്നത്
തെങ്ങിന്റെ തന്നെ അടുത്ത ഒരു കീടം എന്ന് പറയുന്നത് ചെമ്പൻ ചില്ലിയാണ്. ചെമ്പൻ ചില്ലിയുടെ നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ല ഒരു നിയന്ത്രണ മാർഗം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ